മരതകവർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ഗോസംരക്ഷണത്തിൻ്റെ അമൃതധാര. പത്തനംതിട്ട ജില്ലയിലെ എഴുമറ്റൂർ ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന പുല്ലാട് വല്യുഴത്തിൽ ശ്രീ VR അജയകുമാറിൻ്റെ അമൃതധാര ഗോസംരക്ഷണ കേന്ദ്രത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഒരു ക്രഷർ യൂണിറ്റ് എഴുമറ്റൂർ പ്രദേശത്ത് അജയകുമാർ ആരംഭിച്ചു. ഈ ക്രഷർ യൂണിറ്റിനോട് ചേർന്ന് കിടന്നിരുന്ന തരിശുഭൂമിയിൽ നെൽകൃഷി ആരംഭിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കാർഷിക രംഗത്തേക്ക് കടക്കുന്നത്. 17 വർഷമായി പശു വളർത്തലിൽ വ്യാപൃതനായിരുന്നുവെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ടാണ് നാടൻ പശുവിനങ്ങളുടെ ശേഖരണവും സംരക്ഷണവും ആരംഭിച്ചത്. പതിനാല് ഇനങ്ങളിലായി 210 പശുക്കൾ അമൃതധാര ഗോശാലയിൽ നിലവിലുണ്ട്. നാടൻ പശുവിനങ്ങളുടെ സംരക്ഷണത്തിന് 2016 സംസ്ഥാന സർക്കാർ ജൈവ വൈവിധ്യ അവാർഡ് നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മികച്ച ജൈവ കർഷക പുരസ്കാരവും 2016 ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ, തമിഴ്നാട് കൃഷ്ണ, പാലക്കാട് കുള്ളൻ, തഞ്ചാവൂർ കൃഷ്ണ, ചെറുവള്ളി തുടങ്ങി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അനവധി നാടൻ ഇനങ്ങളെ ഇദ്ദേഹം സംരക്ഷിച്ചു വരുന്നു. ഈ സംരംഭത്തെക്കുറിച്ച് അജയകുമാറിൻ്റെ വാക്കുകൾക്ക് കാതോർക്കാം. ഇപ്പം ശരിക്കും 17ാമത്തെ വർഷമാണ്. പക്ഷേ നാടൻ പശുവിൻ്റെ കളക്ഷൻ ഇത്രയും ഹ്യൂജ് എമൗണ്ട് 2 വർഷമായിട്ട് ചെയ്തതാണ്. നാടൻ പശു നേരത്തെ ഉണ്ടായിരുന്നു, 2 നാടൻ പശു ഉണ്ടായിരുന്നു. അതിനകത്ത് മറ്റേ ജേഴ്സിയും സിന്ധിയും ഒക്കെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 വർഷം കൊണ്ട് ഞാൻ കളക്ട് ചെയ്ത പശുക്കളാണ് ഇവിടെ ഇത്രയും കാണുന്നത്. അതിൽ പകുതി ഇപ്പം 46ഓളം പശുക്കൾ പ്രസവിച്ച് ഇവിടെ തന്നെ ക്രോസ് ചെയ്ത് ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ബ്രീഡ് ഒറിജിനലാണെന്നുള്ളത് എനിക്ക് ഉറപ്പ് വരുത്താം. കാര്യം ഇതിൻ്റെ എല്ലാം പശുക്കളുടെ എല്ലാം കാളകളും ഉണ്ട്. അത് നേരിട്ട് എല്ലാം കണ്ടാണല്ലോ. ഇവിടെ എല്ലാം നാടൻ പശുക്കൾ തന്നെ നിൽക്കുന്നു. മറ്റേ ജേഴ്സിയുടെയൊക്കെ വേറൊരു സെപ്പറേറ്റ് കൂട് 50 മീറ്റർ മാറിയിട്ട് തന്നെയാണ് കൂട്
ഒന്നിച്ചു പോലും അല്ല, കൂട് സെപ്പറേറ്റ് ആക്കുകയും ചെയ്യുകയാണ്. കേരളത്തിൻ്റെ കാസർഗോഡ്, വയനാട്, പാലക്കാട്, വടകര, എല്ലാ ജില്ലയിൽ നിന്നും ശരിക്കും അത് എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ അവിടെ എത്തുകയും അത് എൻ്റെ തൊഴുത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ എത്തുകയും ചെയ്തു. പിന്നെ കേരളത്തിന് പുറത്തുനിന്ന് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നു, ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഗുജറാത്തിൽ നിന്നുണ്ട്, ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്നു, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നു. ഹരിയാന പഞ്ചാബിൽ നിന്ന് ഒരു പശുവിന്, പഞ്ചാബിൽ നിന്നാണ് ശരിക്കും സഹിവാളിനെ എനിക്ക് കിട്ടുന്നത്, ഹരിയാനയുടെ ബോർഡറിൽ നിന്ന്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അമൃതധാര ഗോസംരക്ഷണ കേന്ദ്രത്തിലെ വിവിധ നാടൻ കന്നുകാലി ഇനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. 4 സ്ഥലങ്ങളിലായി ഹൈടെക് തൊഴുത്തുകൾ നിർമ്മിച്ചാണ് ഇവയെ സംരക്ഷിച്ചു വരുന്നത്. ഫേസ് ടു ഫേസ് സിസ്റ്റമാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇത് വെച്ചൂർ പശു. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവെന്ന് കരുതപ്പെടുന്ന ഈ ഇനം നാടൻ ഇനങ്ങളിൽ മികച്ച ഉൽപ്പാദനശേഷിയും കുറഞ്ഞ തീറ്റച്ചെലവും ഉള്ളവയാണ്. 3-4 ലിറ്റർ വരെ പാൽ ലഭിക്കും. കാസർഗോഡ് കുള്ളൻ. കാസർഗോഡ്, മംഗലാപുരം പ്രദേശങ്ങളിൽ കാണുന്ന വളരെ ഉയരം കുറഞ്ഞ പശുവിനങ്ങളാണ് ഇവ. ചെറുവള്ളി. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ചെറുവള്ളി എസ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഇനം. സൂചിക്കൊമ്പും ചെമ്പൻ പീലിക്കണ്ണുകളുമാണ് ഇവയുടെ പ്രത്യേകത. കപില. കാസർഗോഡ് കുള്ളൻ പശുവിന് അപൂർവമായി ഉണ്ടാകുന്നതാണ് കപില. കപില അഥവാ ചെമ്പ് നിറവും ഉയരം കുറവുമാണ് ഇതിൻ്റെ സവിശേഷതകൾ. ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പൊക്കം കുറഞ്ഞ കപില പശുവാണെന്ന് അജയകുമാർ പറയുന്നു. പാലക്കാട് കുള്ളൻ. ഇവയുടെ കൊമ്പ് കൂടുതൽ വളരില്ല. ഒരു പ്രത്യേക രീതിയിലാണ് കൊമ്പിന്റെ വളർച്ച. ഇത് തമിഴ്നാട് കൃഷ്ണ. ഈറോഡ് ഭാഗത്താണ് ഇതിനെ കൂടുതലായും കാണപ്പെടുന്നത്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക പ്രദേശങ്ങളിലും ഇവയെ കാണാം. കൃഷ്ണയുടെ കണ്ണ് ശ്രദ്ധിക്കൂ. കൺമഷി എഴുതിയതുപോലെ മനോഹരമായ കണ്ണുകൾ. തഞ്ചാവൂർ കൃഷ്ണ. ഇവയെ കൂടാതെ റെഡ് സിന്ധി, ഗിർ ഇനത്തിൽപ്പെട്ട പശുക്കൾ, ആന്ധ്രയിലെ പൊങ്കന്നൂർ, കാംഗ്രേജ് തുടങ്ങിയ ഇനങ്ങളും ഇവിടെയുണ്ട്. പശുക്കളുടെ സുഖവാസ കേന്ദ്രമാണിവിടം. വേനലിൽ ചൂട് ക്രമീകരിക്കുന്നതിനായി മിസ്റ്റ് സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ പാട്ട് കേട്ട് വിശ്രമിക്കാൻ മ്യൂസിക് സിസ്റ്റവും ഫാനും സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ പരമ്പരാഗതമായ കൃഷി സമ്പ്രദായ രീതി നമ്മൾ തിരിച്ച് കൊണ്ടുവന്നേ മതിയാവും. കാര്യം അതിൽ കൂടെ മനുഷ്യ മനസ്സിനെ പോലും മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. കാര്യം നമ്മളിപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ പാടത്ത് വരികയും കൃഷിഭൂമി വരികയും നമ്മൾ ചെയ്യുന്ന കണ്ടുകൊണ്ട് അവരും ആ ചെടിക്ക് അല്ലെങ്കിൽ ആ
എന്താണ് നെല്ലാണോ എന്താണെന്ന് വെച്ചാൽ അതിനിട്ട് വെള്ളം ഒഴിക്കാൻ അവരും ശ്രമിക്കും. അതിലൂടെ അവരതിനെ സ്നേഹിക്കുന്നു. അവരതിനെ സ്നേഹിക്കുമ്പോൾ അവർ സമൂഹത്തിലുള്ള സഹജീവികളെ സ്നേഹിക്കാനായിട്ട് അതിൽ കൂടെ പഠിക്കുക. അതിൽ കൂടെ അവർ മൊത്തം നമ്മുടെ പരിസരത്തും അയൽവക്കത്തും ഉള്ള നമ്മുടെ ഗ്രാമത്തിൽ ഉള്ളവരെ എല്ലാം സ്നേഹിക്കുക. അങ്ങനെ നാടിന് തന്നെ നമുക്ക് നന്മ ഉള്ളവരായിട്ട് ആ കുഞ്ഞുങ്ങൾ വളർന്നു വരും. പശുക്കൾക്ക് ആവശ്യാനുസരണം കുടിക്കുന്നതിനുള്ള ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് സിസ്റ്റം ഇവിടെയുണ്ട്. പുല്ല് മുറിക്കുന്നതിന് യന്ത്രസഹായവും പ്രയോജനപ്പെടുത്തുന്നു. മേൽക്കൂര ചിമ്മിനി രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വായു പ്രവാഹം സുഗമമാക്കത്തക്ക വിധം എയർ വെന്റ് സ്റ്റൈലിൽ മേൽക്കൂര തയ്യാറാക്കിയിരിക്കുന്നു. ഇത് സഹിവാൾ, ഹരിയാന ആണ് സ്വദേശം. 6 ലിറ്റർ പാൽ നൽകും. എന്നാൽ തീറ്റ കുറച്ചു മതി ഇവൾക്ക്. പശുക്കളെ കുളിപ്പിക്കുന്നതിനും തറ വൃത്തിയാക്കുന്നതിനും പ്രഷർ ക്ലീനറുകൾ ഉപയോഗിക്കുന്നു. എപ്പോഴും ഈ തൊഴുത്ത് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ഇവിടുത്തെ ജോലിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കാണാം. കറവയന്ത്രവും നാടൻ ശൈലിയും ഇവിടെ ഉപയോഗപ്പെടുത്തും. ഇവിടെ പശുക്കൾക്ക് ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച വൈക്കോലാണ് നൽകുന്നത്. ഇതുമൂലം രാസകീടനാശിനികളുടെ ചെറിയൊരംശം പോലും ഇല്ലാത്ത ശുദ്ധമായ ജൈവ പാൽ ലഭ്യമാക്കുവാൻ സാധിക്കുന്നുവെന്നാണ് അജയകുമാർ പറയുന്നത്. 1 ലിറ്റർ പാലിന് 120 രൂപ നിരക്കിലാണ് നാടൻ പശുക്കളുടെ പാൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം വിപണന കേന്ദ്രത്തിൽ വിൽക്കുന്നത്. രാവിലെ 4 മണിയാകുമ്പോൾ നമ്മുടെ ജോലിക്കാർ എഴുന്നേക്കും. 4-4:15 പശുവിനെ കറക്കാൻ തുടങ്ങും. അത് കൂടുതൽ പാല് തരുന്നതിന് 5 ലിറ്റർ മേളിൽ പാല് തരുന്ന പശുക്കളെ മെഷീൻ വെച്ചാണ് കറക്കുന്നത്. ബാക്കിയെല്ലാം കൈ കൊണ്ട് തന്നെയാണ് കറക്കുന്നത്. അപ്പോൾ അവർ കറന്നു കഴിഞ്ഞാൽ ആദ്യം 15 മിനിറ്റ് കൊണ്ട് തൊഴുത്തെല്ലാം വൃത്തിയാക്കും. ചാണകം വാരി തൊഴുത്തെല്ലാം വൃത്തിയാക്കി പശുവിനെ ദേഹത്ത് ചെളിയുണ്ടെങ്കിൽ അത് കഴുകിക്കളയും. ഇതെന്നും കുളിപ്പിക്കത്തില്ല. നാടൻ പശുവിനെ എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല. 3 ദിവസം കൂടുന്തോറെ കുളിപ്പിക്കും. പക്ഷേ അതിൻ്റെ ദേഹത്ത് ചെളിയുണ്ടെങ്കിൽ ചാണകം ഉണ്ടെങ്കിൽ ആ ഭാഗം കഴുകിക്കളയും. നല്ല വൃത്തിയായി ഹൈജനിക്കാണ്, എപ്പോഴും ഹൈജനിക്കായിട്ടായിരിക്കും. അത് കഴിഞ്ഞ് 4:15 തൊട്ട് കറവ് തുടങ്ങും. 6:30 ആകുമ്പോഴത്തേന് നാടൻ പശുവിൻ്റെ പാല് പാക്ക് ചെയ്ത് പ്ലാസ്റ്റിക് കവറിനകത്ത് പാക്ക് ചെയ്തിട്ട് എൻഡ് യൂസേഴ്സിന് കൊടുക്കും. നമുക്കൊരു ഓഫീസുണ്ട്, ഓഫീസിൽ വെച്ച് വയ്ക്കും. അല്ലാതെ ഇവിടെ വർക്കിംഗ് കസ്റ്റമേഴ്സ് വരും, അവർക്ക് കൊടുക്കും. പിന്നെ വൈകിട്ടും അതുപോലെ തന്നെ 2 മണിക്ക് കറവ് തുടങ്ങും. 2 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് കറവ് അവസാനിക്കും. അപ്പോൾ രാവിലത്തെ ഈ കറവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തീറ്റ ഇട്ട് കൊടുക്കും. തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ വെള്ളമെല്ലാം കണ്ട ഓട്ടോമാറ്റിക് ഫീഡാണ്. വെള്ളമെല്ലാം അവർക്ക് അന്നേരം നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളം തന്നെയാണ്, വേറൊന്നും അതിനകത്തില്ല. നല്ല ശുദ്ധമായ പച്ചവെള്ളം തന്നെ കൊടുക്കണം. അത് കഴിക്കും. അത് കഴിഞ്ഞ് അവർ റെസ്റ്റ് എടുക്കും. ഇടയ്ക്ക് വെളിയിൽ കുറേ അഴിച്ചു വിട്ട് കുറേ പേരെ കൊണ്ടുപോകും. ഇപ്പോൾ ഈ മഴയായതുകൊണ്ട് ഇറക്കുന്നില്ല. അല്ലെങ്കിൽ അവരവരുടെ ആ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. ഉച്ചയ്ക്കും അതുപോലെ തന്നെ കറവ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തീറ്റ കൊടുക്കും. മിക്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പല്ലറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ പഞ്ഞപ്പുല്ല്, തവിട്, തേങ്ങാപ്പിണ്ണാക്ക്, ചോളത്തിൻ്റെ പൊടി, ഗോതമ്പ് പൊടി, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മിക്സ് തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ മറ്റേ ഈ പാലറ്റ്സ് കൊടുക്കാറേയില്ല. പിന്നെ നമ്മുടെ പുല്ല് തന്നെ, എനിക്ക് 27,000-ഓളം മൂട് പുല്ലുണ്ട്. 03 ആണ്. ആ പുല്ലിന് നമ്മൾ ഇടുന്നതും ഇതിൻ്റെ സ്ലറിയും
മാത്രമേ ഉള്ളൂ, വേറൊരു വളവും ഇടുന്നില്ല. ആ സ്ലറി ഇട്ടുകൊണ്ട് അപ്പോൾ അതും ജൈവമാണ്. അപ്പോൾ ഈ പശു കഴിക്കുന്നതൊക്കെ ജൈവമായിട്ടുള്ള സാധനം. അപ്പോൾ പാലും ജൈവ മിൽക്കാണ്, പാലിന് യാതൊരു സ്മെല്ലില്ല, ഭയങ്കര ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഇതുപോലെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഒരു 6:30-7 ആകുമ്പം വീണ്ടും പുല്ലല്ലെങ്കിൽ കച്ചി, ജൈവ കച്ചിയുണ്ട്, ഓർഗാനിക് ഫാമിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അത് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോഴത്തേന് ഇവർ എല്ലാവരും കിടക്കും. അത് കൃത്യമായിട്ട് 7-7:30 ആകുമ്പോഴത്തേനും എല്ലാവരും കിടന്നിരിക്കും. അവർ പിന്നെ ഫുള്ള് റെസ്റ്റാണ്. പിന്നെ രാവിലെ വീണ്ടും അവരുടെ ഡ്യൂട്ടി നിർവഹിക്കും. നാടൻ പശുക്കളുടെ സംരക്ഷണത്തിന് കേന്ദ്ര കൃഷി മന്ത്രാലയം രാഷ്ട്രീയ ഗോകുൽ മിഷൻ പദ്ധതി പ്രകാരം ഏർപ്പെടുത്തിയ ദേശീയ കാമധേനു പുരസ്കാരത്തിന് അമൃതധാര ഗോശാലയ്ക്ക് 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കേന്ദ്ര കൃഷി മന്ത്രി രാധാ മോഹൻ സിംഗിൽ നിന്നും ഏറ്റുവാങ്ങി. ഈ ഗോശാലയിലെ പ്രധാന കാളകളെ കൂടി പരിചയപ്പെടാം. ഇത് വെച്ചൂർ ബുൾ. സഹിവാൾ ബുൾ. കപില കാള. മറ്റൊരു വെച്ചൂർ കാള. പൊങ്കന്നൂർ കാള. കേരളത്തിൽ 2 ഇടങ്ങളിൽ മാത്രമേ നിലവിൽ പൊങ്കന്നൂർ കാളയുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നാടൻ ഇനങ്ങളെ കൂടാതെ വിദേശ ഇനം പശുക്കളായ ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, സ്വിസ് ബ്രൗൺ തുടങ്ങിയവയും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ കാണാം. ഇവയെ പ്രത്യേകമായി സംരക്ഷിക്കുന്നു. അമൃതധാര ഗോശാല സംരക്ഷണത്തിനായി ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള ജോലിക്കാർ ധാരാളമുണ്ടിവിടെ. ഇവരുടെ ചിട്ടയോടും ശ്രദ്ധയോടെയുമുള്ള പരിപാലനമാണ് ഈ സംരക്ഷണ കേന്ദ്രത്തിന്റെ മുതൽക്കൂട്ട്. ഇതുകൂടാതെ ജൈവ കൃഷിയും ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. വിവിധ ഇനം പച്ചക്കറികൾ, മുളക്, കത്തിരി, വെണ്ട, വഴുതന തുടങ്ങിയവയെല്ലാം ഇവിടെ വിളയുന്നു. ഓണം കൃഷിക്കായുള്ള വിവിധയിനം പച്ചക്കറി തൈകളുടെ ഉൽപ്പാദനവും ആരംഭിച്ചു കഴിഞ്ഞു. ബയോഗ്യാസ് പ്ലാന്റും ഇവിടെ വളരെ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നു. ഈ പ്ലാന്റിൽ നിന്നുള്ള ബയോഗ്യാസ് ജോലിക്കാരുടെ ക്യാൻറ്റീനിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ജലസംഭരണത്തിനായി ഒരു വിശാലമായ കുളവും ഇദ്ദേഹത്തിന്റെ പുരയിടത്തിലുണ്ട്.
രക്തശാലി, ആര്യൻ തുടങ്ങിയ നെല്ലിനങ്ങൾ ഇവിടെ കരകൃഷിയായി ചെയ്തു വരുന്നു. വയനാട് ജില്ലയിൽ നിന്നാണ് ഇവയുടെ വിത്തുകൾ എത്തിച്ചത്. കൂടാതെ സ്പ്രിംഗ്ലർ സ്ഥാപിച്ചുകൊണ്ടുള്ള പച്ചക്കറി കൃഷിക്കും ആരംഭം കുറിച്ചു കഴിഞ്ഞു. ഡ്രിപ്പിന് പകരം സ്പ്രിംഗ്ലർ ജലസേചന യൂണിറ്റ് സ്ഥാപിച്ചതിനു പിന്നിൽ ഒരു പ്രത്യേക ഉദ്ദേശം കൂടിയുണ്ട്. വെള്ളം വീഴുന്ന സ്ഥലങ്ങളിൽ പുല്ല് വളരുന്നതിനും പച്ചപ്പ് നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഇതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കൂടാതെ തീറ്റപ്പുൽ, വാഴ, മരച്ചീനി, ചേന, കുടംപുളി തുടങ്ങിയവയും ഈ പുരയിടത്തിൽ സമൃദ്ധമായി കൃഷി ചെയ്തു വരുന്നു. ക്ഷീരവികസന മേഖലയിൽ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ സേവനം എണ്ണമറ്റതാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 10ഓളം പശുക്കളെ പാവപ്പെട്ടവർക്ക് ജീവനോപാധി കണ്ടെത്തുന്നതിനായി ദാനമായി നൽകിയിട്ടുണ്ട്. ജൈവ വൈവിധ്യത്തിനും ജൈവ കൃഷിക്കും കൃഷിയിടത്തിൽ പ്രാധാന്യം നൽകുകയും സ്വന്തം പ്രവൃത്തിയിലൂടെ ലോകത്തിന് മാതൃക കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായ അജയകുമാർ നമ്മുടെ സമൂഹത്തിന് ഉത്തമ മാതൃകയും ജനപ്രതിനിധികൾക്കിടയിലെ ഒരു വേറിട്ട വ്യക്തിത്വമാണെന്ന് നിസ്സംശയം പറയാം. അജയകുമാറുമായി സംസാരിക്കാം. ഫോൺ നമ്പർ 8943764371.